പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് കോമ്പൗണ്ട് കെട്ടേണ്ടുള്ളൂ. ഇത് ഒന്നുമല്ല, ഇതെന്താണെന്നറിയോ, ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ സ്ഥലത്ത് വെച്ചിട്ട് തന്നെയാണ്. ഇന്ന് ഞങ്ങൾ വെറുതെ ഒന്നും ഇങ്ങോട്ട് വന്നതാണ്. നമ്മൾ ആധാരമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് നികുതി അടച്ചിരുന്നു. അപ്പം അത് റെഡി ആയിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളോട് അത് വാങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ സ്ഥലം ഒന്ന് കാണാമെന്ന് വിചാരിച്ച് വീണ്ടും വന്നതാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട്, അപ്പോൾ നമ്മൾ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു. പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് കോമ്പൗണ്ട് കെട്ടേണ്ടുള്ളൂ. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ അങ്ങനെ പരിഹരിച്ചു കേട്ടോ. അപ്പോൾ നമ്മളൊരു എല്ലാ ടീമും ഇപ്പോൾ കുറേ നമ്മളെ ടീമുകളൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. നമ്മളെ സബ്സ്ക്രൈബേഴ്സൊക്കെ എന്താണെന്നറിയില്ല, നമ്മളെ ചാനലിൻ്റെ പേര് മാറ്റിയതിന് ശേഷം അല്ലേ ആരും കാണാനില്ല. എന്ത് പറ്റി മക്കളെ? അപ്പോൾ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഇത് മെൻഷൻ ചെയ്തിരുന്നതാണ്. നമ്മളെ ചാനലിൽ ഇങ്ങനെ പേര് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പലരും അതിൽ കമൻറ്റ് ചെയ്തിരുന്നു, എന്തുകൊണ്ട് മാറ്റി, എന്താണ് ഇതിൻ്റെ മീനിങ്, ആ പേര് തന്നെ ആയിരുന്നു നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത് റംസാൻ ആയതുകൊണ്ട് Q&A ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. Q&A ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പോസ്റ്റ് ഇന്നലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതായിട്ടുള്ള നമ്മളെ പറ്റി അറിയാനുള്ള എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളതിൽ മെൻഷൻ ചെയ്യാം. നമ്മൾ വീഡിയോ ചെയ്തിട്ട് നിങ്ങളോട് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാര്യം എങ്ങനെയാ വെച്ചാൽ എന്നോട് പറഞ്ഞു കൊടുത്താൽ. ഇത് ഒന്നുമല്ല, ഇതെന്താണെന്നറിയോ, ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഞങ്ങളുടെ ചാനലിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ആരിഫാസ് വ്ളോഗ് 020 എന്നായിരുന്നു. അത് 2020 തുടങ്ങിയതുകൊണ്ടാണ് ആരിഫാസ് വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പേര് വെച്ച് തുടങ്ങാന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ ചെയ്തപ്പോൾ അപ്പോൾ അത് നമ്മളെന്താ ഒമാനിലായിരുന്ന സമയത്ത് അപ്പോൾ അതിലൊരു വ്യത്യസ്തത വരുത്താൻ വേണ്ടിയിട്ടാണ് 020 എന്നുള്ളതാക്കിയത്. 2020 തുടങ്ങിയത് എന്നുള്ള ആ ഒരു ഇതിൽ വെച്ചിട്ട് ഞങ്ങളത് എന്താക്കി, നാട്ടിൽ വന്നിട്ട് ആരിഫ നാട്ടിൽ വന്ന് സ്കിറ്റുകളായി ചെയ്യൽ തുടങ്ങിയത്. അപ്പോൾ സ്കിറ്റ് ചെയ്യൽ തുടങ്ങിയപ്പോൾ അന്നത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ നാടിനെ പറ്റിയിട്ടുള്ള നമ്മൾ മലപ്പുറം അപ്പം മലപ്പുറം വൈറലായ സമയത്ത് അപ്പം മലപ്പുറം ആരിഫ എന്നുള്ളത് ആവാന്ന് എഴുതിയിട്ടാണ് അങ്ങനെ ആ പേര് വന്നത്. ആ പേരാണ് ഇതുവരെയും കൊണ്ടു നടന്നത്. പറഞ്ഞാല് ആ പേരിലൂടെ തന്നെയാണ് അറിയപ്പെടുന്നത്. പക്ഷെ ഇപ്പൊ എന്താ പറയാ, നമ്മള് കാലത്തിനനുസരിച്ചിട്ട് നമ്മള് കോലം കെട്ടണല്ലോ, ഒരു മാറ്റങ്ങള് ആവശ്യമാണ്. അപ്പോ ഒന്ന് മാറ്റം വരുത്തിയെന്നുള്ളൂ. ഇപ്പൊ ഈ സ്പാർക്ക് മീഡിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ സ്പാർക്ക് MA മീഡിയ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് മലപ്പുറം ആരിഫ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്പാർക്ക് മലപ്പുറം ആരിഫ മീഡിയ എന്നുള്ളത് അങ്ങോട്ട് വരുമ്പോഴേക്കിന് വലിയ ലോങ് ആയല്ലോ എന്ന് കരുതിയിട്ടാണ് ഷോർട്ടാക്കിയിട്ട് MA മീഡിയ എന്നുള്ളത് ആക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ നമ്മളത് പേര് മാറ്റിയെന്ന് കരുതിയിട്ട് നമ്മളൊന്നും തഴയരുത്. നിങ്ങളെ സപ്പോർട്ട് എപ്പോഴും നമുക്ക് ഉണ്ടാവണം. അതിൽ തന്നെ ഉണ്ട് കിടക്കുന്നത്. ഫുൾ നെയിം എന്താണെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് അതിന്റെ. അതുപോലെ തന്നെ അതിന്റെ മീനിങ് ആദ്യം എന്ന് പറഞ്ഞാല് അന്ന് മലപ്പുറം ആരിഫ എന്നുള്ള ആ സമയത്ത് ഞങ്ങൾ അധികം സ്കിറ്റാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഈ സ്പാർക്ക് MA മീഡിയ എന്നുള്ള ഇതൊക്കെ വന്നപ്പോൾ നമ്മളെ ഇപ്പോ കുറച്ചായും കൊണ്ട് വീഡിയോ ചെയ്യുന്നത് സ്പാർക്കായും കൊണ്ടുള്ള വീഡിയോസുകൾ തന്നെയാണല്ലോ അധികം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അനുഭവ കഥകളും കുറെ ഇതായും കൊണ്ടുള്ള സ്പാർക്കായും കൊണ്ടുള്ള കാര്യങ്ങൾ തന്നെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളൊന്ന് മാറ്റം വരുത്തിന്നുള്ളൂ, അതിലേക്ക് കൊണ്ടുവന്നുള്ളൂ. ഒരാളുകളെ അടുത്ത് പറയുമ്പോഴും കുറച്ചൊരു പഞ്ചുള്ള ഒരു ഇതായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ വരുത്തിയത്. അപ്പൊ നമ്മള് തന്നെയാണ് അതും ഇത് നമ്മൾ ചാനൽ മാറ്റിയിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. നമ്മളിത് ഇപ്പം മാഷാ അല്ലാ 21 അല്ലേ കഴിഞ്ഞു, മാഷാ അല്ലാ. അപ്പോൾ അതിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളെ പുതിയ ചാനലാണെങ്കിൽ നമ്മളിപ്പോൾ കേറണലുണ്ടാവുള്ളൂ, 1K പോലും ആയിട്ടുണ്ടാവില്ല. അപ്പം ഒരു സെക്കൻഡ് ചാനൽ നമുക്ക് 2 എണ്ണം ഉണ്ട്. ഒന്ന് നാസർ നാസു എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ നമുക്ക് സെക്കൻഡ് ചാനൽ 2 ചാനലുണ്ട്. ഒന്ന് നാസർ നാസു എന്ന് പറഞ്ഞിട്ടുള്ള ചാനലും ഒരു ഉമ്മച്ചിയുടെ കഥ. അത് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ, പുറത്തിറക്കിയിട്ടില്ല. അതിലേക്ക് സ്റ്റോറിയോ എന്തായാലും നമ്മൾ ഇട്ടിട്ടില്ല. അതിൽ ഉദ്ദേശിക്കുന്നത് സ്റ്റോറി ഇടാന്നുള്ള ഒരു ഉദ്ദേശമാണ്. അതായത് വോയിസ് കൊടുത്തിട്ട് സ്റ്റോറി ഇടാന്നുള്ളതാണ്. ഒരു നല്ല രസകരമായിട്ടുള്ള കഥകൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്.
അതുപോലെ ഇന്നലെ ഞാനൊരു സ്റ്റോറി ഇതിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങളൊക്കെ ഒന്ന് കേട്ട് നോക്കാം. അതിൻ്റെ കണ്ടിന്യൂ കൊണ്ടുപോകുമ്പോൾ നല്ല കഥയാണ്, നല്ല ആർക്കും എൻജോയ് ചെയ്യാനും പറ്റും, അത്യാവശ്യം ഉൾക്കൊള്ളാനും പറ്റുന്ന നല്ല മെസ്സേജ്, നല്ല ഇതൊക്കെയാണ്. അപ്പം കേൾക്കാൻ നിങ്ങൾക്ക് കാണണമെന്നില്ല, ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റുന്ന സ്റ്റോറി ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് കേട്ട് നോക്കുക. നിങ്ങളെല്ലാവരും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് കേട്ടോ. നിങ്ങൾ നമ്മളെ തഴഞ്ഞു പോകരുത്. നമ്മൾ പിന്നെ എന്താ പറയുക, പേര് മാറ്റിക്കണമെന്ന് വിചാരിച്ചാൽ നമ്മൾ മാറിയിട്ടില്ല, ഞങ്ങൾ രണ്ടാളും തന്നെയാണ് അതിലുള്ളത്, വേറെ ആരുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നിരുന്ന ആ സപ്പോർട്ട് നമുക്ക് എന്നും തരണം. പിന്നെ ഇനിയിപ്പോൾ പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ പിന്നെ അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതെ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ കമൻറ്റ് നമുക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ ഇൻഷാ അല്ലാ അല്ലേ, ഇത്രേ ഉള്ളൂ, ചെറിയൊരു വീഡിയോസാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കാരണങ്ങൾ കേട്ടോ. നമ്മളെ ചാനൽ മാറ്റിയതിനുള്ള കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്, വേറെ ഒരു ഉദ്ദേശം ഉണ്ടായിട്ടല്ല. നമ്മൾ ഒരു ചെറിയ ചേഞ്ച് ചെയ്യണം എന്നുള്ളത്. പിന്നെ നമ്മൾ മീനിങ് അതിൻ്റെ പറഞ്ഞില്ലേ. അപ്പോൾ പിന്നെ സ്പാർക്ക് MA മീഡിയ, അതാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. അപ്പോൾ ഒരു സമയം കിട്ടിയിട്ടില്ല, ആകെ എന്താ പറയുക, നല്ലൊരു ഫ്രീ ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ പോലും നമുക്ക് ഇതുവരെ ഒരു സമയം കിട്ടിയിട്ടില്ല. എപ്പോഴും വന്നപ്പോൾ ഇനിയിപ്പോൾ പെട്ടെന്ന് ഓടണം, കടകളുടെ കാര്യങ്ങളും മറ്റുള്ളതൊക്കെ ആയിട്ട്, അതുതന്നെ നമ്മൾ ഇതിങ്ങനെ പോകുന്നത്. അല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ടൊന്നും വീഡിയോ ചെയ്യാനുള്ള സമയമൊന്നും കിട്ടുന്നില്ല. പിന്നെ പലരും പറഞ്ഞിരുന്നു നമ്മളോട്, എന്താ പിന്നെ എന്താണ് എന്ത് വീഡിയോസാണ് ചെയ്യണമെന്ന് പറഞ്ഞത്, പ്രാങ്ക് വീഡിയോസ് പലരും പറഞ്ഞിരുന്നു. ആദ്യം കുറേ പറഞ്ഞതാണ്, അപ്പോൾ അവരൊക്കെ പറഞ്ഞ് തളർന്നതാണ്. ഇൻഷാ അല്ലാ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നോക്കും. പ്രാങ്ക് വീഡിയോസ് രാത്രി പാതിരാവില്ലേ വരാൻ, അതാണ് ഒരു വിഷയം. പിന്നെ എന്ന് പറഞ്ഞാൽ രാവിലെ അതിൽ കണ്ട് ഇറങ്ങും വേണം, അങ്ങനെയൊക്കെയുള്ളൊരു വിഷയമാണ്. അതൊക്കെ കൊണ്ടാണ് അതും കൂടെ കണ്ടിന്യൂ ചെയ്ത്. അപ്പം ഞാൻ എന്തെങ്കിലും ഒക്കെ ആയിട്ടാണ് വീഡിയോസ് ഇങ്ങനെ ഇടൽ. എന്തെങ്കിലും അല്ല, കുറേ കാര്യങ്ങൾ അനുഭവങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്, പറയാറുണ്ട്. ചിലർക്ക് ഒരുപാട് പേർക്കത് പിന്നെ എന്താ പറയുക ഉപകാരപ്പെടുന്നുണ്ട്. ഒരുപാട് ആൾക്കാരെ സ്റ്റോറിയോട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജും കോളും എനിക്ക് വരാറുണ്ട്. പക്ഷേ അത് തന്നെ വലിയൊരു സന്തോഷമാണ്. അപ്പോൾ അത്രയും ആൾക്കാർ ഉൾക്കൊള്ളുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞത് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്, സന്തോഷമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. അസ്സലാമു അലൈക്കും. നമസ്കാരം.